മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 15/4/1973 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രമാണ് നക്ഷത്രം. ഉത്രം 3-ാം പാദം. ഇടവ ലഗ്നം. ലഗ്നത്തിൽ ശനി, 2-ൽ കേതു, 3-4 ഭാവങ്ങൾ ശൂന്യം. 5-ൽ ചന്ദ്രൻ ഗുളികൻ, 6-7 ഭാവങ്ങൾ ശൂന്യം. 8-ൽ രാഹു, 9-ൽ കുജൻ ഗുരു, 10 ശൂന്യം. 11-ൽ ബുധൻ, 12-ൽ സൂര്യൻ ശുക്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് പൊതുവെ ലഗ്നത്തിൽ ശനി, അതിൻ്റെ അർത്ഥം തന്നെ അല്പം നല്ല രീതിയിൽ പരീക്ഷണ കാലഘട്ടം താണ്ടിയാൽ മാത്രമാണ് ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാവുക. ശനി ക്ഷമയെ പരീക്ഷിക്കും, സ്വാഭാവികമാണ്. മന്ദൻ, പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ ലഗ്നത്തിലൊക്കെ ശനി നിന്ന് കഴിഞ്ഞാൽ ഇത്തരക്കാരുടെ ഉയർച്ച എന്ന് പറയുന്നത് ഒരല്പം വൈകി തന്നെ ആയിരിക്കും. പ്രധാനമായും ഈ ലഗ്നത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ ലഗ്നാൽ 10-ലേക്ക് ശനിയുടെ 10ാമത്തെ ദൃഷ്ടി, അതായത് തൊഴിൽ സ്ഥാനത്തേക്ക്, ഏതൊരാളും ഏറിയ പങ്കും തൊഴിൽ കൊണ്ടായിരിക്കുമല്ലോ ഉയരുക. അപ്പോൾ ഈ തൊഴിൽ സ്ഥാനത്തേക്ക് ശനി ദൃഷ്ടി ചെയ്താൽ അത്തരക്കാർക്ക് തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ വൈകുക അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാവുക പോലെയുള്ള പരീക്ഷണ ഘട്ടങ്ങളെ താണ്ടേണ്ടതായിട്ട് വന്ന് കാണാറുണ്ട്. ഇവിടെയും അത് വിഭിന്നമല്ല. എന്നാൽ മകരത്തിൽ ഉച്ഛനായി നിൽക്കുന്ന കുജൻ, നീചനായി നിൽക്കുന്ന വ്യാഴം, നീച ഭംഗരാജയോഗമുള്ള ഒരു ജാതകം കൂടിയാണ്. പ്രസ്തുത വ്യാഴം ലഗ്നത്തിലേക്ക് ദൃഷ്ടിയും കൊടുക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള സംരക്ഷണം വ്യാഴം അവിടെ ഉറപ്പാക്കും. അതുകൊണ്ടാണ് ധാരാളം പ്രതിസന്ധികൾ സാമ്പത്തികമായി വന്നിട്ടും അദ്ദേഹം പിടിച്ചു നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചന്ദ്രൻ. മനസ്സിൻ്റെയും മാതാവിൻ്റെയും ദേഹസുഖത്തിൻ്റെയും ഒക്കെ കാരകനായിട്ടുള്ള ചന്ദ്രൻ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഗ്രഹമാണ്. അതിനോടൊത്ത് ഗുളികൻ, അതല്ലെങ്കിൽ രാഹു, അതല്ലെങ്കിൽ കേതു, അതല്ലെങ്കിൽ ശനി പോലെയുള്ള അവസ്ഥകൾ നിന്ന് കഴിഞ്ഞാൽ മനസ്സിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ടെൻഷൻ, കൺഫ്യൂഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള, കൂടിയ പക്ഷം ആത്മഹത്യാ ചിന്തകൾ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകും. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചന്ദ്രൻ ഗുളികൻ ലഗ്നാൽ 5-ൽ മനസ്സിൻ്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. അത് ശത്രുക്ഷേത്രവുമാണ്. ബുധൻ ചന്ദ്രൻ അത്ര നല്ല ബന്ധത്തിലല്ല. അവിടെ ഗുളികൻ്റെ സാന്നിധ്യത്തിലൊക്കെ ചന്ദ്രൻ, മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തരണം ചെയ്യാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടുകൾ മനസ്സിനെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ ബാധിക്കാം. ബുധൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാമത്തെ ദൃഷ്ടിയും അവിടേക്കുണ്ട്. നീചനായിട്ടുള്ള ബുധനാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ അതും മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചിന്തകൾ, കൺഫ്യൂഷൻ, എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, ആരെ കാണണം എന്ന് പറയുന്ന ഒരവസ്ഥ, ഒരു സ്വസ്ഥതയില്ലായ്മ പല കാരണങ്ങൾ കൊണ്ടും. അത് സാമ്പത്തികമാവാം, മാനസികമാവാം, ശാരീരികമാവാം. ഇവിടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അതിന് കൃത്യമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് തന്നെ വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ നീചഭംഗ രാജയോഗമുള്ള വ്യാഴദശ നടക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു എൻഡിങ് പീരീഡിലാണ്. ഗുരുവിൽ രാഹു 2027 ഏപ്രിൽ 7-ാം തീയതി ആവുമ്പോൾ വ്യാഴദശ തീരും. ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിലെ വ്യാഴമൊക്കെ ഒരുവിധം തെറ്റില്ലാതെ തന്നെയാണ് പോയിരുന്നത്. പക്ഷേ ചന്ദ്രൻ്റെ അപഹാരം വന്ന സമയത്ത് കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയുണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ചന്ദ്രൻ, ഗുളികനോടൊത്തു നിൽക്കുന്ന ചന്ദ്രൻ, അവിടെ ചന്ദ്രനെ മുൻനിർത്തി ഗുളികൻ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടും. അതിനനുസരിച്ച് കാര്യങ്ങൾ കുഴയുകയോ അതല്ലെങ്കിൽ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആവുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചത്. എന്നാൽ അപ്പോഴെല്ലാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് വ്യാഴം നീചനാണെങ്കിൽ കൂടെ ലഗ്നത്തിലേക്ക് 5ാം ദൃഷ്ടി കൊടുക്കുന്നത് കൊണ്ട് ഒരു സംരക്ഷണ കവചം വ്യാഴം ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവിടെ ഒരുക്കി വയ്ക്കും. അതിലാണ് അദ്ദേഹം നിലവിൽ ജീവിക്കുന്നതും. അപ്പോൾ കൃത്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഈ പരിഹാരങ്ങളെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ചെയ്യുന്നത് വലിയ വലിയ തെറ്റുകളായിട്ട് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ബോധ്യപ്പെടാറുണ്ട്. അവരെ തിരുത്താൻ പരമാവധി ശ്രമിക്കാറുമുണ്ട്. ഇദ്ദേഹവും അതിൻ്റെ ഒരു ഇര തന്നെയാണ്. ശരി എന്ന പേരിൽ ചെയ്തുകൊണ്ടിരുന്നത് വലിയ വലിയ തെറ്റുകളാണ് എന്ന് ഒരു ഗുണവുമെങ്കിലും വർഷങ്ങളോളം ചെയ്തിട്ടും ഒരു കാര്യം ചെയ്തിട്ടും അതുകൊണ്ട് 1% പോലും ഗുണം കിട്ടുന്നില്ല എങ്കിൽ ആ ചെയ്ത കാര്യത്തിൽ എന്തോ കാര്യമായിട്ടുള്ള തെറ്റുണ്ട് എന്നെങ്കിലും മിനിമം മനസ്സിലാക്കുക.
അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ്. അത് 12-ൽ ശത്രുവായ സൂര്യനോടൊത്ത് ഉച്ചസ്ഥനായി നിൽക്കുന്ന സൂര്യനോടൊത്ത് നിൽക്കുന്നു. അത് വർഗോത്തമം ചെയ്ത ഗ്രഹങ്ങളാണ് സൂര്യനും ശുക്രനും. പൊതുവെ ശത്രുക്കളായതുകൊണ്ട് തന്നെ ലഗ്നത്തിൽ ശനി നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ലഗ്നത്തിൽ ശനി നിൽക്കുകയും ലഗ്നാധിപന് ശനിയുടെ ശത്രുവായ സൂര്യൻ്റെ ബന്ധവും വന്നതോടുകൂടി എന്തെങ്കിലുമൊക്കെ അല്പം കടുപ്പമേറിയ സാഹചര്യങ്ങളിലൂടെ ലൈഫിൽ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അവിടേക്ക് രാഹുവിൻ്റെ 6ാമത്തെ ദൃഷ്ടിയുമുണ്ട്. പൊതുവെ ഈ ശനി രാഹു അത് ഒരുമിച്ച് നിൽക്കുന്നതോ ദൃഷ്ടിയിൽ വരുന്നതോ അല്പം കടുപ്പം തന്നെയാണ്, കഠിനം തന്നെയാണ്. അല്പം ടഫായിട്ടുള്ള സാഹചര്യങ്ങളുടെ ആ വ്യക്തിക്ക് സഞ്ചരിക്കേണ്ടതായി വരുമെന്നതിൻ്റെ സൂചനയാണ് ഈ പറയുന്ന ലഗ്നത്തിൽ ശനി നിൽക്കുന്നതും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ശത്രുവായിട്ടുള്ള സൂര്യനോടൊപ്പം നിൽക്കുന്നതും ലഗ്നത്തിലേക്ക് വരുന്ന രാഹുവിൻ്റെ 6ാമത്തെ ദൃഷ്ടിയും. ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്ത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങളെ മുന്നോട്ട് നീക്കുക. സ്ട്രാറ്റജി, തന്ത്രം, അതാണ് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്. ആ സ്ട്രാറ്റജി പാളിയാൽ ജീവിതമേ പാളും. കാരണം എന്ത് ചെയ്താൽ തന്നെ മനസ്സിവിടെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അസ്വസ്ഥമാകണമെന്നത് ഇവിടെ റിട്ടൺ ആൻഡ് അണ്ടർലൈൻഡ് ആണ്, എഴുതി വെച്ച് അടിവരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷനോട് കൂടി മുന്നോട്ട് പോകേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ശുക്രൻ 12-ലൊക്കെ നിന്ന് കഴിഞ്ഞാൽ പണം വരും, അതുപോലെ പോകും. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ശുക്രൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ് പണം തെറിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ശുക്രൻ കൃത്യമായിട്ട് ചെയ്തിരിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വരവ് ചെലവുകളെ കൃത്യമായിട്ട് കണക്കാക്കി ചെലവുകളെ ചുരുക്കേണ്ടടുത്ത് കൃത്യമായി ചുരുക്കി അത് ചുരുക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ പോകാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 9-ലൊക്കെ ഉച്ചസ്ഥനായിട്ട് കുജൻ നിൽക്കുന്നു. അത് ഉച്ചനാണ്, വളരെ നല്ലതാണ്. പക്ഷേ അവിടെ നീചനായിട്ടൊരു ഗ്രഹം നിന്ന സമയത്ത് അതിൻ്റെ നെഗറ്റീവ്സ് കഴിച്ചിട്ടേ കുജൻ അവിടെ വർക്കാവുകയുള്ളൂ. ഇതും ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 2ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ, ധനസ്ഥാനത്തിൻ്റെ അധിപൻ, 11-ൽ നിൽക്കുന്നു നീചനായി. ഭംഗമുണ്ട് എന്നിരുന്നാൽ തന്നെയും ആ നീചത്വം അവിടെ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അഫക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. മാത്രവുമല്ല 2-ലാണ് കേതു നിൽക്കുന്നത്. രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാം ദൃഷ്ടിയിൽ ധനസ്ഥാനത്ത് നിൽക്കുന്ന കേതു എന്ന് പറയുമ്പം ഏതെങ്കിലുമൊക്കെ രീതിയിൽ കിട്ടാനുള്ള പണം കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ കിട്ടാൻ പരിധിയിൽ കൂടുതൽ വൈകുകയോ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുക. ചെയ്താൽ അത് ഒരു 60-70% ഗുണപ്രദമായി വരിക തന്നെ ചെയ്യും. ബാക്കി 30% നോക്കണ്ട. അത് ഈ ഗ്രഹനിലയുടെ അവകാശമാണ്. ഇപ്പോൾ 2ാം ഭാവാധിപനൊക്കെ നീചനായിട്ട് നിൽക്കുന്നു. 2-ൽ കേതു, രാഹുവിൻ്റെ ദൃഷ്ടി, വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇല്ലായ്മയൊക്കെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത്തരം വ്യക്തികൾ ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ മണി ബ്ലോക്സ്, പണസംബന്ധമായിട്ടുള്ള ഞെരുക്കം ഉണ്ടാകണമെന്നത് ഇതിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു തിയറി തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു 60-70% അത് പോസിറ്റീവാക്കി എടുക്കാൻ പറ്റും. പിന്നെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് ക്രോഡീകരിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കടന്നു വരുന്ന സമയത്ത് അത് നെഗറ്റീവായ ചിന്തയാണെന്നും അത് തളർത്താനാണെന്നും സ്വയം മനസ്സിലാക്കി അത്തരം ചിന്തകളിൽ നിന്ന് വഴിമാറി നടക്കുക, ഒളിച്ച് തന്നെ നടക്കുക. ഇതും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ ഈ രാഹു ദശയൊക്കെ തീരുന്ന മുറയ്ക്ക് ബുധൻ്റെ സ്വാപഹാരം ഒന്ന് കൃത്യമായിട്ട് കണക്കാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതുകൂടെ തീരുന്ന മുറയ്ക്ക് ഗുണപ്രദമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഈ ലഗ്നത്തിലെ ശനി, രാഹുവിൻ്റെ ദൃഷ്ടി, ലഗ്നാധിപൻ 12-ൽ നഷ്ടസ്ഥാനം, വർഗോത്തമം ചെയ്താൽ തന്നെയും അത് ശത്രുഗ്രഹത്തോടൊപ്പ്, അതും പ്രധാന ശത്രുവിനോടൊത്ത് നിൽക്കുന്നു. ഇത് പറയുന്നതെല്ലാം തന്നെ നെഗറ്റീവ്സ് തന്നെയാണ്. എന്നാലും വ്യാഴം അതിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യും. അത് കൃത്യമായിട്ട് ചെയ്യുക തന്നെ ചെയ്യും. നേരത്തെ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. വ്യാഴദശ 2027 ഏപ്രിൽ തീർന്നിട്ട് ശനിദശ കയറും. അപ്പോൾ ശനിയിൽ ശനിയുടെ സ്വാപഹാരം, ബുധനിൽ ബുധൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, വ്യാഴദശ കഴിഞ്ഞാൽ ശനിദശ, അതിൻ്റെ സ്വാപഹാര പീരീഡ് ഒന്ന് ശ്രദ്ധിക്കുക. രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടിയുള്ളത് കൊണ്ട് എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങൾ
ചെയ്യരുത്. ചിന്തിച്ചു മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ള ശനി തന്നെയാണ്, അത് ഗുണം ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. നീചത്വം എന്ന് പറയുന്ന അവസ്ഥയുടെ വേഗതക്കുറവിനെ ഇല്ലാതാക്കണം. രാഹു ദൃഷ്ടി ആറാം ദൃഷ്ടി ശനിയിലേക്ക് വരുന്നതിൻ്റെ നെഗറ്റീവ്സിനെ ഒഴിവാക്കിയിട്ട് വേണം വ്യാഴം ഇവിടെ കാര്യങ്ങൾ പോസിറ്റീവ് ആക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് വേണ്ടുന്ന വഴിപാടുകൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ, പരിഹാരം എടുത്ത് പോയി കഴിഞ്ഞാൽ അത് ഗുണപ്രദമായിട്ട് വരിക തന്നെ ചെയ്യും. അതിൽ മനസ്സിലാക്കേണ്ട ധാരാളം ആളുകൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, വ്യാഴദശ തീരെ ഗുണപ്രദമായിരുന്നില്ല, ശനി എനിക്ക് വാരിക്കോരി തന്നു എന്ന്. ഇതിലങ്ങനെ ഒരു പോസിബിലിറ്റി, ഒരു സാധ്യതയുണ്ട്. ഇവിടെ വ്യാഴം നീചനാണ്, ഉച്ചനായിട്ടൊരു ഗ്രഹം നിൽക്കുന്നു. മാത്രവുമല്ല 9ാം ഭാവാധിപൻ ലഗ്നത്തിൽ രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ്. അപ്പോൾ ഭാഗ്യ അവസ്ഥകൾക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഏതെങ്കിലും ക്ഷാമം നേരിടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ തന്നെയും ശനി കൃത്യമായിട്ട് എൻ്റെ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യാഴത്തിൽ കിട്ടാത്തതെല്ലാം തന്നെ കൊടുക്കാൻ തക്ക ശേഷി ശനിക്ക് ഇവിടെ ഉണ്ട്. ഇത് മനസ്സിലാക്കി കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം സാധ്യതകൾ തുറക്കുക തന്നെ ചെയ്യും. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8892258405. അതാണ് നമ്പർ. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.